പശ്ചിമേഷ്യൻ സംഘർഷം 3 ആഴ്ച പിന്നിടുമ്പോൾ ആഗോളതലത്തിൽ തന്നെ എണ്ണ പ്രതിസന്ധി രൂക്ഷമാവുകയാണ്. എണ്ണയുടെ വില ഉയരുന്നതിനാൽ തന്നെ കൂടുതൽ രാജ്യങ്ങളിലേക്ക് ഇത് വലിയൊരു പ്രതിസന്ധി ഘട്ടമായി തന്നെ സാമ്പത്തിക പ്രതിസന്ധി ഘട്ടമായി തന്നെ ഇവിടെ വിലയിരുത്തപ്പെടുകയാണ് ചെയ്യുന്നത്. എണ്ണവില $180 എത്തുമോ എന്ന ചോദ്യങ്ങളാണ് ഇപ്പോൾ ഉയരുന്നതും. ഏപ്രിൽ അവസാനം വരെയുള്ള കാലയളവ് എണ്ണ വിപണിയെ സംബന്ധിച്ചിടത്തോളം നിർണായകമാണ്. കാരണം എണ്ണവില $180 എത്തുമെന്നതിലും യാതൊരുവിധ സംശയവുമില്ല. ഏപ്രിൽ അവസാനം വരെ നീണ്ടാൽ അസംസ്കൃത എണ്ണവില ബാരലിന് $180 കടക്കും. നിലവിൽ ഇവിടെ വലിയ രീതിയിൽ ക്രൂഡ് ഓയിൽ വിലയാകട്ടെ $115 മുതൽ $120 ആ ഒരു നിലവാരത്തിൽ എത്തിയെങ്കിൽ പോലും ഊർജ്ജ കേന്ദ്രങ്ങൾക്ക് നേരെയുള്ള തുടർച്ചയായ ആക്രമണം വിതരണ ശൃംഖലയെ തന്നെ ഇത് കാര്യമായി തന്നെ ബാധിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. സംഘർഷം ഇനിയും തുടർന്നാൽ ഇവിടെ ഈ ഒരു വിലയിൽ ഘടനാപരമായി ഘട്ടം ഘട്ടമായി തന്നെ വർധനവുണ്ടാകുമെന്നത് തന്നെയാണ് സൗദി അറേബ്യയിലെ വിദഗ്ധർ നിരീക്ഷിക്കുന്നത്. എണ്ണവില വർധന ആഗോളതലത്തിൽ ഒരു പണപ്പെരുപ്പത്തിനും സാമ്പത്തിക മാന്ദ്യത്തിനും കാരണമായേക്കുമെന്ന് തന്നെയാണ് ഇവിടെ ആശങ്കകൾ ഉയരുന്നത്. ഏപ്രിൽ 2 സൗദി അവിടെ പ്രഖ്യാപിക്കാനിരിക്കുന്ന ഔദ്യോഗിക വിൽപ്പനാ വില വിപണിയുടെ ഭാവി നിർണ്ണയിക്കുമെന്നതാണ് ഇവിടെ കണക്കാക്കപ്പെടുന്നത്. അതേസമയം എണ്ണ പ്രതിസന്ധി, ഇറാൻ യുദ്ധത്തെ തുടർന്നുള്ള എണ്ണ പ്രതിസന്ധി ആകട്ടെ അത് രൂക്ഷമായി തന്നെ തുടരുകയാണ്. വിചിത്രമായ ഒരു വലിയ രീതിയിലുള്ള പരിഹാര മാർഗമാണ് അമേരിക്ക ഇപ്പോൾ അതിനെ എടുത്തു കാണിക്കുന്നത്. അതായത് ഇതിനൊരു പരിഹാര മാർഗമായി തങ്ങൾ രംഗത്ത് വരുന്നത് പോലെയാണ് ഇപ്പോൾ അമേരിക്ക മുന്നിട്ടിറങ്ങിയിരിക്കുന്നതും. ഇറാന്റെ എണ്ണയ്ക്ക് മേലുള്ള ഉപരോധം നീക്കുകയും കൂടുതൽ എണ്ണ ഇന്ധന വിപണിയിൽ എത്തിക്കാനാണ് ഇപ്പോൾ അമേരിക്കയുടെ പുതിയ ശ്രമം. അമേരിക്കയുടെ ഈ ഇടപെടൽ ഇന്ത്യ ആകട്ടെ അതായത് ഇന്ത്യ, മലേഷ്യ, സിംഗപ്പൂർ, ഇന്തോനേഷ്യ, ജപ്പാൻ തുടങ്ങിയ രാജ്യങ്ങൾക്ക് പ്രയോജനകരമാവുമെന്നാണ് കരുതപ്പെടുന്നത്. ഇറാൻ ഊർജ്ജ കയറ്റുമതിയിൽ വർഷങ്ങളായി തന്നെ US ഉപരോധം നിലനിർത്തുന്നുണ്ട്. ഉപരോധം കാരണം അവിടെ വിൽക്കാനാവാതെ തന്നെ കെട്ടിക്കിടക്കുന്ന ഇറാനിയൻ എണ്ണയ്ക്കു മേലുള്ള ഉപരോധം കഴിഞ്ഞ ദിവസം US ട്രഷറി വകുപ്പ് താൽക്കാലികമായി തന്നെ നീക്കിയത്. ഈ എണ്ണ അവിടെ വടക്കൻ കൊറിയ, ക്യൂബ, റഷ്യ ഇതെല്ലാം തന്നെ പിടിച്ചെടുക്കാൻ യുക്രൈൻ ഭാഗങ്ങൾ എന്നിവിടങ്ങളിൽ ഒഴികെ തന്നെ അവിടെ ഒരു രീതിയിൽ ഇത് വിൽക്കാനാകുമെന്ന് തന്നെ വിലയിരുത്തപ്പെടുന്നു. അതേപോലെ മാർച്ച് 20 വരെ കപ്പലുകളിൽ ലോഡ് ചെയ്ത എണ്ണയ്ക്കായാണ് ഈ ലൈസൻസ് ബാധകമാകുന്നതും. ഇത് ഏപ്രിൽ 19 വരെ പ്രാബല്യത്തിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് US ട്രഷറി ഉത്തരവിൽ പറയുന്നതും. കഴിഞ്ഞയാഴ്ച റഷ്യൻ എണ്ണയ്ക്ക് മേലുള്ള ഉപരോധം അമേരിക്ക ലഘൂകരിക്കുകയും അതിന് പിന്നാലെയാണ് ഇത്തരമൊരു നടപടി സ്വീകരിച്ചിരിക്കുന്നത്. ട്രഷറി സെക്രട്ടറി സ്കോട്ട് അദ്ദേഹമാകട്ടെ ഈ തീരുമാനത്തെക്കുറിച്ച് സൂചന നൽകുകയും ഉപരോധം നീക്കുന്നത് വഴി 140 ദശലക്ഷം ബാരൽ ക്രൂഡ് ഓയിൽ എണ്ണ വിപണിയിൽ ലഭ്യമാകുമെന്ന് തന്നെയാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഉപരോധം നീക്കുന്നത് കൊണ്ട് തന്നെ ഇറാന് വലിയ സാമ്പത്തിക നേട്ടമൊന്നും തന്നെ ലഭിക്കില്ല എന്നതാണ് ഇവിടെ വ്യക്തമാക്കിയിരിക്കുന്നതും. ഇങ്ങനെ എണ്ണ വിൽക്കുന്നതിലൂടെ തന്നെ ഉണ്ടാകുന്ന വരുമാനം അത് ലഭിക്കുന്നതിൽ ഇറാൻ ബുദ്ധിമുട്ടാകും എന്നത് തന്നെയാണ് മറ്റൊരു വിലയിരുത്തലായി പുറത്തു വരുന്നതും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.